increase in the voters. 5,79,083 voters ആണ് ഇതിലെ add ചെയ്തത്. This is the net addition. 5,79,835 ഇത്ര എഡിഷൻസ് ആണ് ആയത്. ഡ്രാഫ്റ്റ് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വോട്ടർമാരുടെ എണ്ണം 2,63,08,087 ആയിരുന്നു. അപ്പോൾ 63-ൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഡിലീഷനായി 156,413 ഇത്രയും പേരെ ഡിലീറ്റ് ചെയ്തതാണ്. അതായത് ഈ 3 കാറ്റഗറിയിലാണ് ഇത് ഡിലീറ്റ് ചെയ്ത ആൾക്കാർ. അതായത് ഈ മരണപ്പെട്ടവർ, താമസം മാറിയവർ, പിന്നെ ഇരട്ടിപ്പ്, ഈ 3 കാറ്റഗറിയിൽ ഏകദേശം 156,413. ഞാനൊരു പ്രസ് റിലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഐ വിൽ ഗിവ് ഇറ്റ് ടു യു, ഡോണ്ട് വറി, ഇറ്റ് വിൽ കം. ഐ എം ജസ്റ്റ് telling it in advance. We have prepared a brief press release containing all these details. It will be shared with you. Pardon? 1,56,000 പേര്. കാരണം പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ റിവിഷൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ടു ഇംപ്രൂവ് ദ പ്യൂരിറ്റി, ഇതിൻ്റെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് എല്ലാ വർഷം നമ്മൾ ഈ വോട്ടർ പട്ടിക അങ്ങനെ റിവൈസ് ചെയ്യുന്നത്. അതായത് ഓരോ വർഷത്തിനുള്ളിൽ ചില ആൾക്കാർ സ്ഥലം മാറ്റിപ്പോയി കാണും, ചില ആൾക്കാർ മരിച്ചു പോയി കാണും, ചില ആൾക്കാർ ഡബിൾ എൻട്രീസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ കാറ്റഗറിയിലാണ് ഈ 1.56, അതായത് 1,56,413 ഇതാണ്. അന്തിമ വോട്ടർ പട്ടിക പ്രഖ്യാപിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ മാധ്യമങ്ങൾ സംസാരിക്കുകയായിരുന്നു. നമ്മുടെ നിയമസഭയിലെ വോട്ടർമാരുടെ എണ്ണം 2,67,31,509 ആയിരിക്കും. ഇതാണ് വോട്ടർ പട്ടിക 31-ാം തീയതി വരെ കിട്ടിയ അപേക്ഷകളുടെ. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, കാരണം വീണ്ടും ആൾക്കാർ ചോദിക്കുകയാണ്, വെദർ is there any chance to add more names? Certainly there is a chance. We have not closed the online process of accepting the applications. This is going on, but their names will come in the supplementary list, which will be published when the elections are announced. So next 2-3 months കൂടി ഉണ്ട്. അപ്പോൾ ജനങ്ങൾ ഇനിയും ഈ വോട്ടർ പട്ടികയിൽ വരാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാം, പേര് ചേർക്കാനുള്ള അവസരം ഉണ്ട്. ഈ ആകെ വോട്ടർമാരുടെ എണ്ണത്തിൽ ശരിക്കും നിയമപ്രകാരം നാമനിർദ്ദേശ പത്രിക വിഡ്രോൾ ചെയ്യുന്ന തീയതിൻ്റെ തൊട്ട് 10 ദിവസം മുൻപ് വരെയാണ്. അതിലൊരു ചെറിയൊരു പ്രശ്നം ഉള്ളത്, അവസാനം വരെ അപേക്ഷ കിട്ടുമ്പോൾ ചിലപ്പോൾ അത് പരിശോധിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് ചില ആൾക്കാരെ ഇത് വോട്ടർ പട്ടികയിൽ വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ അപേക്ഷ കൊടുത്താൽ, ഇപ്പോൾ ഈ സ്പെഷ്യൽ ക്യാമ്പയിൻ നടത്തിയത് കൊണ്ടാണ് 10 ലക്ഷം അപേക്ഷ കിട്ടിയത്. അല്ലെങ്കിൽ കഴിഞ്ഞ വോട്ടർ പട്ടിക 2020 ഫെബ്രുവരിയിലാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത്. കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരിയും പിന്നെ നമ്മൾ ഈ ഡ്രാഫ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് നവംബറിലാണ് പ്രസിദ്ധീകരിക്കുക. അതായത് 9 മാസത്തിനുള്ളിൽ 66,000 പേരെ ആഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. 67, ബിക്കോസ് സ്വമേധായോ അങ്ങനെ ആൾക്കാരെ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഈ യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ ഈ സമ്മറി റിവിഷൻ ക്യാമ്പയിൻ നടത്തുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർക്ക് അവസരം കിട്ടുന്നത്. അവർക്ക് ഒരു പ്രചരണം പരിപാടികൾ ഒരുപാട് ഈ അഡ്വർടൈസ്മെൻറ്റ്. ഐ താങ്ക് ദ പ്രസ് ഓൾസോ ദാറ്റ് ദേ ഹാവ് പ്ലേഡ് എ വെരി പ്രോആക്റ്റീവ് റോൾ ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ദി മെസ്സേജ് ആൻഡ് ടു മോട്ടിവേറ്റ് ദ പീപ്പിൾ ടു അപ്ലൈ. അതുകൊണ്ടാണ് 10 ലക്ഷം അപേക്ഷ കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഏകപക്ഷീയമായിട്ട് ചെയ്താൽ ഇൻ ദ ഡ്രാഫ്റ്റ് റോൾ വി കുഡ് ആഡ് ഓൺലി 66,000 വോട്ടേഴ്സ്. പക്ഷേ ഈ 1.5 മാസത്തിനുള്ളിൽ തന്നെ 5.7 lakhs നമുക്ക് ആഡ് ചെയ്യാൻ സാധിച്ചു. This is because we are giving lot of publicity and opportunity, as well as we are explaining the process to the voters.
ഈ പ്രക്രിയ എന്താണ്, ഇത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഏത് അപേക്ഷയാണ്, എങ്ങനെ പൂരിപ്പിക്കണം, എങ്ങനെ കൊടുക്കണം എന്നെ കൂടി ഞങ്ങൾ ഒരുപാട് ബോധവൽക്കരണ പരിപാടികൾ നടത്തുക ഉണ്ടായി. ഈ ടോട്ടൽ വോട്ടേഴ്സിലെ കൂടുതൽ സംഖ്യ സ്ത്രീ വോട്ടർമാരുടെയാണ് ഉള്ളത്. ഇതിൽ 1,37,79,263, പുരുഷന്മാരുടെ 129,5202. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം 74 മൂന്നാം ലിംഗക്കാർ ഉള്ള ആൾക്കാരായിരുന്നു. ഈ പ്രാവശ്യം ഈ സംഖ്യ 221 കൂടിയിട്ടുണ്ട്. അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ഓൾസോ ആർ ടേക്കിംഗ് പാർട്ട് ആൻഡ് ദേ ആർ അപ്ലൈയിങ് ആൻഡ് ദേ ആർ ബിക്കമിങ് വോട്ടേഴ്സ് ഇൻ ആർ വോട്ടേഴ്സ് ലിസ്റ്റ്, ഐഡൻറ്റിഫൈങ് ദേം ഏജ് ട്രാൻസ്ജെൻഡേഴ്സ്. അല്ലെങ്കിൽ നേരത്തെ അവർക്ക് മടിയായിരുന്നു, അവർ മുന്നോട്ട് വരികയില്ല. 2009 മുൻപ് 0 ആയിരുന്നു ഈ സംഖ്യ. They might have enrolled in the category of male or female, but they were not identifying them as transgenders. So this is a very good development in the state, that whatever atmosphere is created by the state government, by the official machinery, by all of us, സൊസൈറ്റിയിലെ ഈ ആൾക്കാരെ മടിയില്ലാതെ അവരെ ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള ഒരു കാര്യം അവർക്ക് ധൈര്യം ഉണ്ട്, ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചു. ദിസ് ഇസ് ദ ഇൻഡിക്കേഷൻ ദാറ്റ് ദിസ് ഇയർ 221 transgenders have enrolled them as voters, as transgenders. ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് മാലപ്പുറം ജില്ലയിലാണ്. 32,14,943. 32,14,943. ദെൻ ഏറ്റവും കുറഞ്ഞ് വയനാടിലെ 6,07,068. സോറി, ഞാനത് തെറ്റിപ്പോയി. മലപ്പുറം ജില്ലയിലാണ് 32 ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ്. സ്ത്രീമാരുടെ സംഖ്യ ഇപ്പോൾ പറയാം. സ്ത്രീകളുടെ സംഖ്യ അതിൽ 16 lakhs. ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുടെ ജില്ലയാണ് മലപ്പുറം. 16,07,000. ഔട്ട് ഓഫ് ദിസ് 32, ടോട്ടൽ ഈസ് 32 lakhs. ദെൻ ഏറ്റവും കൂടുതൽ ഈ മൂന്നാം ലിംഗക്കാർ ആയിട്ടുള്ള സഹോദരന്മാർ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. 57. ദെൻ 80 വയസ്സിന് മേൽ പ്രായമുള്ള വോട്ടർമാർ, those who have completed 80 years, they are 6,21,000. then ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ സംഖ്യയാണ് 1,33,005. സർവീസ് വോട്ടേഴ്സ്, അതായത് ഈ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ആർമിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, പിന്നെ CRPF, CISF ആ കാറ്റഗറിയിൽ ഉള്ള ആൾക്കാരുടെ ആണ് ഈ സർവീസ് വോട്ടേഴ്സ് നമ്മൾ പറഞ്ഞത്. 56,759. NRI വോട്ടേഴ്സ് കൂടിയിട്ടുണ്ട് കുറച്ച്. കഴിഞ്ഞ പ്രാവശ്യം 89 ആയിരുന്നു. ഈ പ്രാവശ്യം ഇത് 90,000 ആയിട്ടുണ്ട്. 90,709. പ്രവാസി വോട്ടേഴ്സ്, ഏറ്റവും കൂടുതൽ NRI വോട്ടർമാരാണ് കോഴിക്കോട് ജില്ലയിലെ 34,216. ദെൻ മറ്റൊരു ഹൈലൈറ്റ് ഈ വർഷത്തെ ഈ സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിൻ്റെ ആണ് കന്നി വോട്ടർമാർ കൂടിയത്. 2.99, 2,99,000. This is a major highlight because those who have crossed 18 years, this is a major highlight because our target was this group. കന്നി വോട്ടർമാർ ഏകദേശം 3 ലക്ഷം അത് ഇതിൽ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ പ്രായം ഈ 18-19 പ്രായത്തിൽ ഉള്ള വോട്ടർമാരുടെ സംഖ്യ കോഴിക്കോടിലാണ്. 40,867. അപ്പോൾ these are some of the highlights. As I indicated earlier, ഈ അന്തിമ വോട്ടർ പട്ടിക വന്നതിന് ശേഷം നമ്മുടെ ഈ പോളിംഗ് സ്റ്റേഷൻസിൻ്റെ എണ്ണം കൂടി ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. As you know that Election Commission have fixed the guideline, ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. 1000 പേര് മാത്രമേ ഒരു പോളിംഗ് സ്റ്റേഷനിൽ പോകാൻ പാടുള്ളൂ. ഇത്രയും ആൾക്കാർക്ക് ഒരു പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കും. ഈ മാനദണ്ഡം വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ കണക്കാക്കിയത് ഇപ്പോൾ കണക്ക് ആക്കിയപ്പോൾ 15,730 പോളിംഗ് സ്റ്റേഷൻസ് കൂടിയിട്ടുണ്ട്. നിലവിലുള്ള 25,041 നിലവിലുള്ള പോളിംഗ് സ്റ്റേഷൻസ് പ്ലസ് 15,730. ആകെ പോളിംഗ് സ്റ്റേഷൻസിൻ്റെ എണ്ണം 40,771. ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഇതായിരിക്കും. 40,771. അവസാനം പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോട്ടർ പട്ടികയിലെ പേര് ചേർക്കുവാൻ വോട്ടർമാർക്ക് അനുവദനീയമായ മാറ്റങ്ങൾ വരുത്താനും ഓൺലൈൻ തുടർന്ന് അപേക്ഷിക്കുവാനും www.nvsp.in എന്നുള്ള ഒരു സൈറ്റാണ്. ആ പ്രസ് റിലീസ് ഒന്ന് കൊടുക്കാമോ? എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. ദെൻ നൗ ഐ വിൽ കം ടു എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് വിച്ച് ബിക്കോസ് പീപ്പിൾ നോ ഹൗ ടു വെരിഫൈ ദെയർ നെയിം. അതിൻ്റെ ചെറിയ ഒരു ഡെമോൺസ്ട്രേഷൻ ഞങ്ങൾ നിങ്ങളെ കാണിക്കാം. എങ്ങനെയാണ് ഒരു ബൂത്തിൽ നിങ്ങളുടെ പേര് ഉണ്ടോ ഇല്ല എന്ന് നോക്കാൻ വേണ്ടി. മനോജ് ഒന്ന്, he is my computer manager who manages the data in my office. So Manoj will explain slightly. ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യൂ. രാജേഷ്, യു അവിടെ ഇത് അദ്ദേഹത്തിന് കൊടുത്താൽ മതി, അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. യു എക്സ്പ്ലെയിൻ ദെയർ.